പത്തനംതിട്ട കുമ്പഴയിൽ കഴിഞ്ഞ ദിവസം ലഹരി മാഫിയയുടെ ആക്രമണത്തിൽ സിവിൽ എക്സൈസ് ഓഫീസറായിട്ടുള്ള ശ്രീ ആനന്ദിന് കാലിൽ പരിക്കേറ്റു. ലഹരി പിടിക്കാനുള്ള ശ്രമത്തിനിടെ പ്രതികൾ കാർ അദ്ദേഹത്തിൻ്റെ കാലിൽ കൂടി കയറ്റുകയായിരുന്നു. കാൽപാദത്തിൽ 2 പൊട്ടലുകളാണ് ഉള്ളത്. അവർ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി പിടികൂടാൻ കഴിഞ്ഞില്ല. ഇടിച്ചിട്ടിട്ട് പോവുകയായിരുന്നു. ഞാൻ താഴെ വീണു. കാലിൻ്റെ ഈ കണങ്കാലിൻ്റെ ആ ഭാഗത്തൂടെ വണ്ടി കയറി. ഞാൻ പെട്ടെന്ന് ഉരുണ്ട് മാറിയ കൊണ്ടാണ്, അല്ലെ എൻ്റെ ദേഹത്തൂടെ കയറ്റിക്കൊണ്ട് പോയേനെ. അവിടെ അങ്ങനെ ഒരു കച്ചവടം നടക്കുന്നുണ്ടെന്ന്, ലഹരി കച്ചവടം നടക്കുന്നുണ്ടെന്ന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. രഹസ്യവിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പോയത്. അവരെ എത്ര പേരാണ് ഈ ലഹരി കൈമാറിയത്? ഈ നസീം എന്ന് പറഞ്ഞ ആളാണ് ഈ ഗഞ്ചാവിൻ്റെ അവിടുത്തെ ഹോൾസെയിൽ കച്ചവടക്കാരനാണ്. നിരവധി പത്തനംതിട്ട കണ്ണങ്കര സ്വദേശിയായിട്ടുള്ള വലഞ്ചൂരി സ്വദേശിയാണ്. വലഞ്ചൂരിയാണ് യഥാർത്ഥത്തിലെ വീട്. പക്ഷേ നിലവിൽ താമസിക്കുന്നത് കുമ്പഴ ഏതോ ഭാഗത്ത് ഏതോ ലോഡ്ജിലാണെന്നാണ് ഉള്ള വിവരം. ഇതിനു മുമ്പും അങ്ങയുടെ നേതൃത്വത്തിൽ ഈ പ്രതിയെ പിടികൂടിയിട്ടുണ്ടോ ഇത്തരം കേസുമായി ബന്ധപ്പെട്ട്? 6 മാസം മുമ്പ് അയാളെ ഞങ്ങൾ പിടിച്ചിരുന്നു. ഞങ്ങളുടെ ഈ ടീം തന്നെയാണ് പിടിച്ചത്. അപ്പോൾ അന്ന് തൊട്ട് നമ്മളൊരു വിരോധമുണ്ട്. ഇവൻ കുറേ ക്രിമിനൽ കേസുകളിലൊക്കെ പ്രതിയാണ്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം ഏതായിരുന്നു? ഒരു വൈറ്റ് ബലോനോ ആയിരുന്നു, മാരുതിയുടെ. അവർ എത്ര പേര്? 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? 2 പേരേ ഉള്ളായിരുന്നു. അതിൽ ഒരാൾ, ഇവർ 2 പേരും കൂടെ ഇറങ്ങി നിൽക്കുകയായിരുന്നു. അപ്പം വേറെ ഒരു ടീം ഗഞ്ചാവ് മേടിക്കാൻ വേണ്ടി വന്നു. അതിൻ്റെ സംശയത്തിൽ ഞങ്ങൾ പെട്ടെന്ന് ചെല്ലുമ്പോൾ ഇറങ്ങി നിന്നതിൽ ഒരാൾ താഴോട്ട് ഓടിപ്പോയി. ഈ നസീം എന്ന് പറഞ്ഞ ആൾ പെട്ടെന്ന് വാഹനത്തിൽ കയറി ഡോർ ലോക്ക് ചെയ്തു. ഞങ്ങൾ വന്ന് ഡോറിൽ പിടിക്കുമ്പോഴത്തേന് ഡോർ ലോക്കായി. ഞങ്ങൾ വലിച്ചു തുറക്കാൻ ശ്രമിച്ച് നടന്നില്ല. അപ്പം പെട്ടെന്ന് തന്നെ ഇയാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെട്ടിത്തിരിച്ച് എൻ്റെ കാലിൽ വന്ന് ഇടിച്ച് ഞാൻ താഴെ വീണ്. കണങ്കാലിൻ്റെ ഭാഗത്തൂടെ വണ്ടി കയറി. എന്നിട്ട് ഞാൻ ദേഹത്തൂടെ കയറ്റാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ഉരുണ്ടങ്ങ് മാറി. എന്നിട്ട് പുള്ളി വണ്ടി എടുത്ത് നേരെ ഡിപ്പാർട്ട്മെൻറ്റ് ബൈക്ക് പിടിച്ചിട്ട് പോകുമായിരുന്നു. ഒരുപക്ഷെ നമ്മൾ ഉരുണ്ട് മാറിയില്ലെങ്കിൽ ദേഹത്തുകൂടി അവർ വണ്ടി കയറ്റുമായിരുന്നു. ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ വണ്ടി മുന്നോട്ടെടുത്തത്. അതെ, അത് വിൽഫുള്ളി ചെയ്താണ്. അങ്ങനെ ദേഹത്തൂടെ കയറ്റാൻ വേണ്ടി തന്നെ ചെയ്തതാണ്. ഈ പ്രതികൾ ഉപയോഗിച്ചിരുന്ന കാർ പത്തനംതിട്ട പോലീസ് പിടികൂടിയിട്ടുണ്ട്. പ്രതികളെയും പിടികൂടാനുള്ള ഊർജിത ശ്രമത്തിലാണ് പോലീസും ഒപ്പം തന്നെ എക്സൈസ് വിഭാഗവും. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.